മാത്രമല്ല ഈ സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. അതിനിടെ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് 18നോട് പറഞ്ഞു. കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. സിനിമാ സെറ്റുകളിലേക്ക് ഇപ്പോൾ സിനിമാ സംവിധായകരടക്കം പിടികൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സിനിമാ സെറ്റുകളിലേക്ക് ഒരു പരിശോധനകൾ വേണ്ടി വരില്ലേ? നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ പരിശോധിക്കാം. എങ്ങനെ സാർ ഈ സിനിമാ ആളുകൾ ഇതിനെ ഉൾപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നത് സാർ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായ നടപടി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. വലിയ ആഡംബര ഫ്ലാറ്റുകൾ, ലക്ഷറി ഫ്ലാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ ഒരുപാടുണ്ട്. അവിടങ്ങളിലാണ് ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലും പരിശോധനകൾ വേണ്ടി വരും. നമ്മൾ എല്ലായിടത്തും നേരത്തെ കൂടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ക്രൗൺ പ്ലാസ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേദാന്ത ഹോട്ടലിൽ റീസെൻ്റ്ലി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്സുറി ആണോ അല്ലോ നമ്മൾ അതൊന്നും നോക്കില്ല. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഈ അടുക്ക് ശരിക്ക് പബ്ലിക് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയാസ്പദ രീതിയിലുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് വെച്ച് നമ്മൾ പ്രോപ്പറായ നടപടി എടുക്കുന്നുണ്ട്. സ്ഥലം ഏതായാലും നമ്മൾ നടപടി തന്നെ എടുക്കും. സെറ്റുകൾ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? സെറ്റുകൾ പരിശോധിക്കാനുള്ളൊരു ആവശ്യമുണ്ട്. അതിനകത്ത് കൂടെ നോക്കണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ഭാഗമായിട്ട് നമ്മൾ കുറേ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെഷനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. പ്രത്യേക സ്ക്വാഡോ അങ്ങനെ എന്തെങ്കിലും രൂപീകരിക്കുന്നു? നമുക്ക് ആൾറെഡി ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉണ്ട്. അത് നല്ല സജീവമായിട്ടുള്ളൊരു സ്ക്വാഡാണ് സിറ്റിയുടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, പോലീസ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചെയ്യും. പുതിയ സ്ക്വാഡിൻ്റെ ഒരു ആവശ്യമില്ല. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും പിടികൂടുന്നത്. ഇവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഈ ഫ്ളാറ്റ് ഒരു ലഹരിയുടെ കേന്ദ്രമാണ് എന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളാരാണെന്നറിയണം. ഈ സമീർ താഹിറിന് ഇതിൽ ബന്ധമുണ്ടോയെന്നറിയണം. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ്, കൂടുതൽ പേരെ ചോദ്യം ചെയ്യൽ, അത്തരം നടപടികൾ ഉണ്ടാകുമോ? ടോം, ഇതിലെ സംവിധായകരെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയച്ചുവെങ്കിലും ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയാണ്. അതിനെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ. കാരണം അവരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഈ കഞ്ചാവ് പിടിച്ചെടുത്തു, അതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചു എന്നതുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. അവർക്ക് ഈ കേസിൽ നിന്ന് പൂർണ്ണമായി വിടുതലില്ല. നിരവധിയായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതിലേറ്റവും പ്രധാനം ഈ ഫ്ളാറ്റിനെ കേന്ദ്രീകരിച്ചു, ഈ ഫ്ളാറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ളൊരു അന്വേഷണമാണ്. കാരണം നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഇതേ ഫ്ളാറ്റ് തന്നെയാണ് അതിൻ്റെ പരിസരങ്ങളിലേക്ക് വരികയും ചെയ്തത്, അതിൻ്റെ കേസ് അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയും ചെയ്തത്. അവിടെ നിന്ന് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും രണ്ട് പ്രമുഖ സംവിധായകരെ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് തന്നെ പിടികൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് എങ്ങനെയാണ് ഈ കഞ്ചാവ് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ അന്വേഷണം പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഇവർക്ക് ഇതിവിടെ എത്തിച്ചു കൊടുത്തയാൾ, ഇയാളെക്കുറിച്ച് ഏകദേശം ഒരു കൃത്യമായ വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇയാൾ എക്സൈസിന്റെ പിടിയിലാകുമെന്നാണ് സൂചന. നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ സിനിമാക്കാർക്ക് ലഹരി വിപണനം ചെയ്യുന്നതിലെ മുഖ്യ കണ്ണി ഇയാൾ തന്നെയാണ്, കൊച്ചി സ്വദേശിയായ ഇയാളാണ് എന്നതാണ് പോലീസിനും എക്സൈസിനും ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ഈ ആലപ്പുഴ കേസുമായിട്ടും കണക്ഷൻ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ കൂടിയ അളവിലെല്ലാം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിക്കുന്നത്? ടോം, ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഷൈൻ ടോം ചാക്കോയെ ഈ ഒരു പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷവും ഇതേ അവസ്ഥ തന്നെ തുടരുന്നു എന്നതാണ്. ഇവർക്ക് ആരെയും ഭയമില്ലാതെ നിർബാധം തന്നെ ഇതെല്ലാം തന്നെ തുടരുന്നു എന്നതാണ്.
അത് അത്രമാത്രം ശക്തമായി ഈ കണ്ണികൾ നിലനിൽക്കുന്നു. ഇവർ ആവശ്യപ്പെട്ട ഇടത്തേക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ ഈ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇവർക്കെല്ലാം തന്നെ സാധിക്കുന്നു. അത് എങ്ങനെയാണ് ഈ ചെയിൻ മുറിയാതെ ഇരിക്കുന്നത് എന്നതാണ് ഈ എക്സൈസ് സംഘം അടക്കമുള്ളവർ പരിശോധിക്കുന്നത്. കാരണം ഇത്രയേറെ അറസ്റ്റ് ഉണ്ടാകുന്നു, നടപടികൾ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏറ്റവും അത് എടുത്ത് പറയേണ്ടത് തന്നെ വേണം. കാരണം ഇപ്പോൾ രാത്രിയിലുടനീളം എല്ലാം തന്നെ പലയിടങ്ങളിലും വിപുലമായ രീതിയിലുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പലയിടത്തായിട്ട് ഈ കാരിയേഴ്സിനെ പിടികൂടുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇതിനിടയിലും ഇവരുടെ ഈ ബിസിനസ് മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇടപാടുകാർക്ക് ഈ ലഹരി അവർ എത്തിച്ചു നൽകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ തവണത്തെയും പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ആരാണ് ഇവർക്ക് ഇത്രയും അളവിൽ കൂടിയ അളവിൽ ഈ തോതിൽ എത്തിച്ചു കൊടുക്കുന്നത്? പിടിയിലായ സംവിധായകരുടെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പല സിനിമകളുമാണ് ഈ സമീപകാലത്ത് പുറത്തിറങ്ങിയത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചവർ പോലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നിശബ്ദരാകുന്ന സാഹചര്യമാണ്. പക്ഷെ ഇതൊരു വലിയൊരു ചെയിനായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളൊക്കെ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതല്ല. സിനിമാ സെറ്റുകളൊക്കെ അവിടേക്ക് എന്താണ് നടന്നതെന്നൊക്കെ പരിശോധിക്കണം. നേരത്തെ വിൻസി അലോഷ്യസിൻ്റെയൊക്കെ വെളിപ്പെടുത്തൽ അത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ സിനിമാ ലൊക്കേഷനുകളിലും ലഹരി ഉപയോഗമുണ്ട് എന്ന് പോലീസും സംശയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി ഏത് രീതിയിലായിരിക്കും സിനിമാ മേഖലകളിലെ സിനിമാ ഷൂട്ടിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുകളുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന്റെ അന്വേഷണം? ടോം, ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ സംബന്ധിച്ച് അതിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ലഹരി ഉപയോഗിക്കുന്നവർ എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ പോലീസിനൊരു വിവര ശേഖരണത്തിലേക്ക് എല്ലാം തന്നെ കടന്നിട്ടുണ്ട്. പോലീസിന് കിട്ടിയ വിവരങ്ങളെല്ലാം വളരെ കൃത്യമാണ് എന്നത് തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വേടനടക്കം അറസ്റ്റായ ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും ആ പോലീസിന് കിട്ടിയ വിവരങ്ങൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകാൻ ഈ അറസ്റ്റുകളെല്ലാം തന്നെ ഉപകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് കുറഞ്ഞ അളവെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഒരു ഇളവ് ലഭിച്ചാൽ ജാമ്യമെല്ലാം ലഭിക്കുന്നെങ്കിലും കൃത്യമായ ഒരു അലാറം ഇക്കാര്യത്തിൽ മുഴക്കാനായിട്ട് പോലീസിനും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും കഴിയുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ നേരത്തെ കമ്മീഷണർ പറഞ്ഞതുപോലെ ഈ സിനിമാ സെറ്റുകളിലടക്കം പരിശോധനകൾ വേണ്ടിവരും. നേരത്തെ അതിനെ വലിയ സിനിമാ സംഘടനകൾ, സിനിമാ പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ എതിർത്തിരുന്നു. തങ്ങളുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്ന ഒരു ഇടപെടലാകും അതെല്ലാം എന്നൊക്കെ പറഞ്ഞു. സർഗാത്മകത എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം തന്നെ ഈ കാലത്തിൻ്റെ ഒരു പുതിയ നിർവചനം എല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യം ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. അല്ലാതെ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനെ കൊണ്ട് ആ രീതിയിലൊരു ചങ്ങല പൊട്ടിക്കാനുള്ളൊരു ശ്രമമെല്ലാം നടന്നാൽ അത് വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഈ നാട്ടിലെ നിയമം കാണിച്ചു കൊടുക്കുന്ന. വലിയ രീതിയിലൊരു പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ്. സിനിമാ ലോകത്തും ഈ രീതിയിലുള്ള പരിശോധനകൾ വേണമെന്ന് അതിനകത്തു നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പലരും അതിനെക്കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ പലയിടങ്ങളിലും തന്നെ കാണാം. അതിനെതിരെ പ്രതിഷേധവുമായോ മുഖം കറുപ്പിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് സിനിമാ സംഘടനകൾ, സിനിമയിൽപ്പെട്ടവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മുതിർന്ന ഈ രംഗത്തുള്ളവർ തന്നെയും പറയുന്നുണ്ട് വലിയ രീതിയിലൊരു അപജയത്തിലേക്ക് നീങ്ങുന്നു. ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സമയത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ടോം, ഒന്നുകൂടി ചേർക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവടക്കം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടികൂടാനിടയായ സംഭവം. അത് തായ്ലൻഡിൽ നിന്നെത്തിച്ച് റാസൽ കൈമയിലേക്ക് കടത്തുകയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു ഇടനിലമായിട്ട് കൊച്ചി അടക്കം മാറ്റുന്നുണ്ടെങ്കിൽ ആസൂത്രിതമായ ചില ആളുകളെങ്കിലും ഇതിനകത്തുണ്ട്. അവരെല്ലാവരും തന്നെ പുറത്തു വരേണ്ടതുമുണ്ട് അന്വേഷണത്തിൽ. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായും കണ്ടെത്തേണ്ടതാണ്. ഈ കണ്ണി മുറിക്കേണ്ടതാണ്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് മാത്രമാണ് അന്വേഷണം നീങ്ങുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമാണ് പിടിയിലാകുന്നത്. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന ആ റാക്കറ്റിനെയും പിടികൂടണം. കടുത്ത നടപടിയാണ് എക്സൈസും പോലീസും സ്വീകരിക്കേണ്ടതും.